നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ജോൺ നോർമനും ജോസഫ് ഹെൻറി ബ്ലാക്ക്ബേണും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1869 ഈ ഗെയിമിൽ നോർമൻ വൈറ്റ് സൈഡും ബ്ലാക്ക്ബേൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ F4 മൂവ് ചെയ്തുകൊണ്ട് കിങ്സ് ഗാംബിറ്റാണ് കളിക്കുന്നത്. ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ട് എടുത്തുകൊണ്ട് ആ ഗാംബിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വളരെ വേഗത്തിൽ ഈ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് G5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ G4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ബേൺ ഇവിടെ ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ട്രഡീഷണൽ ലൈൻ സെലക്ട് ചെയ്യുന്നു. വൈറ്റ് C3 മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ഈ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. G4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ക്വീനെ B3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F7 സ്ക്വയറിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആ നൈറ്റ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. വൈറ്റ് പ്ലാൻ ചെയ്ത പോലെ തന്നെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ബിഷപ്പ് വെച്ച് F7 പോൺ ഇട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്തുകൊണ്ട് റൂക്കിനെ കൂടെ ഈ ഫയലിലേക്ക് കൊണ്ടുവരാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ കാസ്ലിംഗ് ചെയ്യുന്നില്ല. പകരം ഒരു ഫോഴ്സ്ഡ് മൂവ് കൊടുക്കുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ഇവിടെ ഒരു മെയ്റ്റിൻ ത്രെഡ് കൊടുക്കുന്നു. ഇനി ഇവിടെ അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് ബ്ലാക്ക് ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. റൂക്ക് വെച്ച് ബിഷപ്പിനെ ഒട്ടിക്കൊണ്ട് ആ മെയ്റ്റിൻ ത്രെഡ് ഒഴിവാക്കുന്നു. അതിനുശേഷം വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങുള്ള ഫയലിലേക്ക് വൈറ്റിൻ്റെ റൂക്ക് വന്നേക്കാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാൻ പറ്റില്ല. അങ്ങനെ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ റൂക്ക് വെച്ച് F4 പോണിട്ടിക്കൊണ്ട് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ക്വീന് F7ലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് ബ്ലാക്കിനിപ്പോൾ അധികം നല്ല ഓപ്ഷനൊന്നുമില്ല. ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് പോൺ വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് വൈറ്റിന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടിക്കൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നത് നല്ല മൂവല്ല. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ബേണിൻ്റെ ഭാഗത്ത് നിന്നും നമ്മുടെ കഴിഞ്ഞ ഗെയിമിൽ കണ്ട ഏകദേശം അതുപോലൊരു മൂവാണ് വരുന്നത്. ബിഷപ്പിനെ D4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. കാരണം ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിൻ്റെ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിനിപ്പോൾ ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പോണിൻ്റെ സഹായത്തോടെ റൂക്ക് വെച്ച് G2 പോൺ ഇട്ടിക്കൊണ്ട് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിനെ H1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ബ്ലാക്കിന് ക്വീനെ H4ലേക്ക് കൊണ്ടുവരാം. ഇനി ഇവിടെ വൈറ്റ് എന്തെന്നെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ഇനിയിപ്പോൾ H3 മൂവ് ചെയ്താലും ക്വീനെ വെച്ച് പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇതേ ചെക്ക്മേറ്റിനെ ഫോഴ്സ്ഡ് മൂവ് ആക്കുകയും ചെയ്യാം. അതായത് ഈ ചെക്കിൽ നിന്നും കിങ് H1ലേക്ക് മൂവ് ചെയ്യുമ്പോൾ ക്വീനെ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ റൂക്ക് വെച്ച് H2 പോണിട്ട് എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാം. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാതെ G1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ G4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ എന്തായാലും ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ G2ലേക്കും ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താലും ക്വീന് H4ലേക്ക് ഒന്ന് ചെക്ക് കൊടുക്കാം. G2ലേക്ക് പോണിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് G1ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് G3യിൽ ചെക്ക് കൊടുത്ത ശേഷം അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റിനിപ്പോൾ ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ചെക്കിൽ നിന്നും കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പോൺ വെച്ച് G2 പോണിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. പോണിന് റൂക്കിൻ്റെ സപ്പോർട്ടുണ്ട്. G1 സ്ക്വയർ ബിഷപ്പിൻ്റെ കൺട്രോളാണ്. അപ്പോഴും ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് വൈറ്റ് ഇവിടെ റൂക്കിനെ F2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ ഈ റൂക്ക് ബിഷപ്പിൻ്റെ പിന്നിങ്ങിലായിരിക്കുകയാണ്. ആ പിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്ക് വീണ്ടും ഒരു സ്ട്രോങ് മൂവ് ചെയ്യാണ്. റൂക്ക് ഉപയോഗിച്ച് G2 പോൺ എടുത്തുകൊണ്ട്
ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ H1ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ F1ലേക്ക് മൂവ് ചെയ്യാം. വൈറ്റ് ഇവിടെ കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം F1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ കിങ് H1ലേക്കാണ് മൂവ് ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കും നോക്കാം. അങ്ങനെ H1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ബ്ലാക്കിന് ക്വീനെ H4ലേക്ക് കൊണ്ടുവരാം. ഇനി അടുത്ത ഒരു മൂവിൽ സെഗ്മെൻറ്റാണ് ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ വൈറ്റ് ക്വീന് വെച്ച് ചെക്ക് കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. ബ്ലാക്കിന് ഒന്നുകിൽ C5 മൂവ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ ഈ ഏരിയയിലേക്ക് മൂവ് ചെയ്താലും മതി. എന്നാലും ഇങ്ങനെ ഒരു ചെക്ക്മേറ്റ് ഫിഷനെ ഇവിടെ നിലനിൽക്കും. അത് ഒഴിവാക്കാനായി ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനോട്ട് എടുക്കുകയാണെങ്കിൽ ക്വീൻ്റെ ഈ ഡയഗണൽ ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ ക്വീനെ E1ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ എന്തായാലും വേറെ ഓപ്ഷൻ ഒന്നുമില്ല, റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീൻ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അങ്ങനെ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ പൊസിഷനിൽ റൂക്ക് വെച്ച് ചെക്ക് വന്നപ്പോൾ വൈറ്റ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം F1ലേക്ക് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഒരു ചെക്കോടുകൂടി വൈറ്റിൻ്റെ റൂക്കിനോട്ട് എടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് റൂക്ക് വെച്ച് റൂക്കിനോട്ടിക്കൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെയും വൈറ്റ് ഇപ്പോൾ കിങ്ങിനെ G1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ G5ലേക്ക് ഒന്ന് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ G1ലേക്ക് മൂവ് ചെയ്യുന്നില്ല, പകരം E1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ പോണിൻ്റെ സഹായത്തോടെ റൂക്കിനെ E2ലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കാം. എന്നാൽ ബ്ലാക്ക് അത് ചെയ്യുന്നില്ല, വീണ്ടും ഒരു സ്ട്രോങ് മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ റൂക്കിനെ E2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ കിങ്ങിനെ D1ലേക്ക് മാറാനും പിന്നീട് C2ലേക്കൊക്കെ മാറാനുള്ള അവസരം കിട്ടും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ അട്രാക്ഷൻ എന്നൊരു ടാക്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. റൂക്കിനെ F1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് റൂക്കിനെ എടുക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ക്വീനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ക്വീനെ H4ലേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണൽ കൺട്രോൾ ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ വേണമെങ്കിൽ ഈ പോൺ വെച്ച് ബ്ലാക്കിൻ്റെ ഈ ബിഷപ്പിനോട്ട് എടുക്കാം. എന്നാൽ ബ്ലാക്കിനിപ്പോൾ ആ ബിഷപ്പിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ F3യിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പോണുണ്ട്. ഇനി ക്വീനെ G4ലേക്ക് കൊണ്ടുവന്ന ശേഷം G2ൽ ചെക്ക് കൊടുക്കുകയും അതിനുശേഷം E2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക്മേറ്റ് ചെയ്യുകയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഇനി വലിയ പ്രതീക്ഷകളൊന്നുമില്ല. എന്നാലും ഒരു ചെക്ക് കൊടുക്കുകയാണ്. ക്വീനെ B4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കുന്നതിനേക്കാൾ ആ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നതിനായിരുന്നു നല്ല മൂവ്. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ചെക്ക് കൊടുത്തതോടെ ബ്ലാക്കിന് ഈ ഡെവലപ്പ് ആവാത്ത ബിഷപ്പിനെ കൂടെ ആക്റ്റീവ് ആക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റിന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ തോൽവി സമ്മതിക്കാം. എന്നാൽ വൈറ്റ് ചെക്ക്മേറ്റ് ആകുന്നവരെ കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ഈ ബിഷപ്പിനോട്ട് എടുത്തിട്ടും വലിയ ഉപയോഗമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ക്വീനെ സാക്രിഫൈസ് ചെയ്യാണ്. ക്വീൻ വെച്ച് D6ലെ പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് ക്വീനെ എടുക്കുന്നു. അതിനുശേഷം ഈ ബിഷപ്പ് സാക്രിഫൈസും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതോടെ അടുത്ത 2 മൂവിൽ ബ്ലാക്ക് വൈറ്റിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ആ മൂവുകൾ ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലാകാത്തവർ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ആ മൂവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇവിടെ ആദ്യം ബിഷപ്പ് വെച്ചാണ് ചെക്ക് കൊടുക്കുന്നത്. ബിഷപ്പിനെ H3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റിൻ്റെ കിങ്ങിന് ഇപ്പോൾ പോകാനായിട്ട് വേറെ സ്ക്വയറുകളൊന്നുമില്ല. G1ലേക്ക് തന്നെ മാറേണ്ടി വരുന്നു. ഈ സമയത്ത് ക്വീൻ E1ലേക്ക് ഒന്ന് ചെക്ക് വന്നതോടെ ചെക്ക്മേറ്റായി. ഇതോടെ ബ്ലാക്ക് വിജയിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട ഒരു പൊസിഷനിലേക്ക് പോകാം. ഈ പൊസിഷനിൽ വൈറ്റ് ക്വീൻ വെച്ച് ചെക്ക് കൊടുത്തപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് ബ്ലോക്കാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ആ പോണിനെ എടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നതിന് പകരം ക്വീൻ വെച്ച് ഈ ബിഷപ്പിനെ വെട്ടിമാറ്റിയാൽ എന്തെങ്കിലും ഉപയോഗം കിട്ടുമെന്ന് നോക്കാം. ക്വീൻ വെച്ച് ബിഷപ്പിനെ വെട്ടുകയാണെങ്കിലും ഇപ്പോൾ കണ്ട അതേ മൂവിൽ തന്നെ വരും. അതായത് ആദ്യം ബിഷപ്പ് H3ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇപ്പോഴും വേറെ ഓപ്ഷനൊന്നുമില്ല, കിങ്ങിന് G1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇനി മറ്റൊരു പൊസിഷൻ കൂടെ നോക്കാം. ഈ പൊസിഷനിൽ വൈറ്റ് ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ബ്ലാക്കിന് G6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യാൻ അവസരം കിട്ടിയത്. എന്നാൽ ഇവിടെ ഇപ്പോൾ ക്വീൻ വെച്ച് ചെക്ക് കൊടുക്കുന്നതിന് പകരം പോൺ വെച്ച് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും നോക്കാം.
അങ്ങനെ പോൺ വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ ക്വീൻ G4ലേക്ക് വരും. ഇനി അടുത്ത മൂവിൽ G2ലേക്ക് ഒന്ന് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ഇവിടെ ചെക്ക്മെറ്റ് ചെയ്യുകയാണ് ലക്ഷ്യം. അങ്ങനെ ബ്ലാക്കിൻ്റെ ക്വീൻ E2ലേക്ക് വരുന്നത് തടയുന്നതിനായിട്ട് വൈറ്റ് ഈ ഡയഗണൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ബ്ലാക്കിന് ക്വീനെ G2ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ എന്തായാലും ഇപ്പോൾ കിങ്ങിന് E1ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് F2 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ E2ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ D1ലേക്ക് മൂവ് ചെയ്യാം. E2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഡബിൾ ചെക്ക് വരുന്നതോടെ ചെക്ക്മേറ്റ് ആണ്. E3 സ്ക്വയർ പോണിൻ്റെ കൺട്രോളായതിനാൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ D1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്കിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഫോർക്കും ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എന്തായാലും വൈറ്റിന് ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇനി ബ്ലാക്കിന് ഈ ഗെയിം വിജയിക്കാനും കഴിയും. ഇങ്ങനെ ഏത് വേരിയേഷൻ നോക്കിയാലും ബ്ലാക്ക് തന്നെ ഈ ഗെയിം വിജയിക്കുമായിരുന്നു. എന്തായാലും രണ്ട് പ്ലേയേഴ്സും ഒരു ഡിഫൻസിലേക്ക് പോകാതെ വളരെ അഗ്രസീവായിട്ടാണ് കളിച്ചത്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.